ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളും നിസ്കാരം കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സന്ദർഭം ഹബീബായ തങ്ങൾ ചോദിച്ചു, ഉബയ്യേ അഷാഇദുൻ ഫുലാൻ, ഇന്നാലിന്ന ആള് നിസ്കരിക്കാൻ ഉണ്ടായിരുന്നോ? പിന്നെയും ചോദിച്ചു, അഷാഇദുൻ ഫുലാൻ, ഇന്നാലിന്ന ആള്. അപ്പോൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു കഅബ്, ഇല്ല നബിയെ, അവരാരും വന്നിട്ടില്ല, ജമാഅത്തിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കഅബേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്ന ഹാതൈനി സ്വലാത്തൈനി അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ. രണ്ട് നിസ്കാരങ്ങളുണ്ട് മുനാഫിഖീങ്ങൾക്ക്, അള്ളാഹുവിനോട് അചഞ്ചലമായ വിശ്വാസമില്ലാത്തവർക്ക്, വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചവർക്ക് രണ്ട് നിസ്കാരം ഭാരമുള്ളതായിരിക്കും. അത് ഏത് നിസ്കാരമാണെന്നറിയോ? അത് സുബയും ഇശാഉമാണ്. ആരാണോ സുബയും ഇശാഉം ജമാഅത്തിനെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നത് അവൻ്റെ ഈമാനിന് വളരെ ശക്തിയുണ്ടെന്നും നിഫാഖുള്ള കാപ്പട്യമുള്ള മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് അത് ഏറ്റവും ഭാരമായതുമായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. എൻ്റെ മുഅ്മിനീങ്ങളെ, എത്ര ഗൗരവമുള്ളതാണ്. നാമൊക്കെ നിസ്കരിക്കുന്നവരാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ജമാഅത്തിൻ്റെ കാര്യം വളരെ പിന്നോട്ടാണ് നാം ശ്രദ്ധിക്കുന്നത്. ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുണ്ട്. മാത്രമല്ല, ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ വലൗ ഹബ്ബു അല റുഖബി, അവൻ കാല് എഴുന്നിട്ടാണെങ്കിലും, കാലില്ലാത്ത മനുഷ്യനാണെങ്കിൽ കാല് വലിച്ച് എഴുന്നിട്ടാണെങ്കിലും അവൻ പള്ളിയിലേക്ക് ഓടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഹുവ അഹബ്ബു ഇലല്ലാഹി തആല എന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമാണ് നിസ്കാരം. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, നാം നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്ഫൽ ലൈലി ഫകഅന്നമാ നിസ്ഫൽ ലൈൽ, തീർച്ചയായിട്ടും അവന് രാത്രിയുടെ പകുതി വരെ നിന്ന് നിസ്കരിച്ച പ്രതിഫലമുണ്ട്. എന്നിട്ട് ജമാഅത്തായി ഇശാ നിസ്കരിക്കലോടുകൂടെ ജമാഅത്തായി സുബയും കൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തെ കാര്യം ശ്രദ്ധിക്കാത്ത വണ്ണം നാമൊക്കെ അധപ്പതനത്തിലേക്കാണ് തിന്ന് എത്തുന്നത്. വളരെ ഏറെ നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ നാമൊക്കെ ശ്രമിക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.